പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിക്കെതിരെ സംയുക്ത വ്യാപാരി കൂട്ടായ്മ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി വാക്കുതർക്കം. ടൗണിൽ എവിടെ വാഹനം നിർത്തിയാലും പിഴ ഈടാക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. തിങ്കളാഴ്ച ഉച്ചവരെ കടകൾ അടച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. പട്ടാമ്പി നഗരത്തിലെ കടകൾ അടച്ചിട്ടുകൊണ്ടായിരുന്നു സമരം. നഗരത്തിലെ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വാഹനം പാർക്ക് ചെയ്താൽ പോലീസ് അനാവശ്യമായി ഫൈൻ ഈടാക്കുന്നു എന്നാണ് വ്യാപാരികളുടെ ആരോപണം. കടയടപ്പ് സമരത്തിനിടെ വ്യാപാരികൾ റോഡ് ഉപരോധത്തിന് ശ്രമം നടത്തിയെങ്കിലും സംഘടനാ നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് പിൻവാങ്ങി. മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ പട്ടാമ്പിയിലെ 2000-ലധികം വരുന്ന കച്ചവടക്കാർ, ആ കച്ചവട സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന 10,000-ഓളം വരുന്ന ആളുകൾ, ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് ഈ പട്ടാമ്പി ടൗണിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് പുതിയ ഒരാൾ പോലീസിന്റെ മേധാവിയായി ചുമതലയെടുക്കുന്നു. എന്താണ് പോലീസിനെ കുറിച്ച് നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിപ്രായം? ചില വേദികളിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ, പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, പോലീസിലും ക്രിമിനലുകളുണ്ട് എന്ന്. ഈ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു, പോലീസിൽ ക്രിമിനലുകളുണ്ട്. തിങ്കളാഴ്ച രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു കടയടപ്പ് സമരം. പോലീസും അനുകൂല നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. NCV ന്യൂസ് തൃത്താല. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.